ഇവിടെ മഴക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്. മഴ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനനായ എന്റെ സുഹൃത്ത് ബാലുശ്ശേരി മൗലവി. മഴക്കുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ മഴക്കുള്ള നേതൃത്വം, മഴ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു അല്ല. എന്റെ ഉമർ റളിയല്ലാഹു അൻഹു യോഗ്യനല്ല എന്നിട്ടല്ല, നേരെ മറിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു, റസൂലുള്ളാഹിയുടെ എളാപ്പേ. കാര്യം അറിയോ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്. അത് അവനവന്റെ ഗ്രൂപ്പ് വളർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, അതിന് ആബാലവൃദ്ധം ജനങ്ങൾ കൂടി, നാട്ടിലെ മുഴുവൻ ജനങ്ങളും, കാലികളടക്കം, നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങൾ, ചെറിയ മൃഗങ്ങളടക്കം വന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കിട്ടേണ്ട ഒരു സാധനം. അത് മനസ്സിലാക്കണം. ആ രൂപത്തിൽ മഴയ്ക്ക് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കാരം സംഘടിപ്പിച്ചപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇമാമ് നിൽക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കാര്യം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അത്രയും ആദരവും ബഹുമാനവും കാണിച്ചിരുന്ന, സ്വന്തം ഉപ്പയോട് കാണിക്കുന്ന ബഹുമാനം കാണിച്ചിരുന്നു. അങ്ങനെ ഒരാളായിരിക്കണം മഴയെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന്. എന്നാൽ ആ മഴ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ മൗലവി പച്ച നുണ കേരളത്തിന്റെ മണ്ണിൽ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത് കേട്ടോളൂ. അദ്ദേഹം പ്രസംഗിച്ചത് മുഴക്കിയ ഹുസൈൻ സലഫിയുടെ കോളർ അവരെ പിടിച്ചു വലിച്ചു ചട്ടമ്പികളായ ആളുകൾ എന്നതാണ് വിവരം. സലഫി പറയില്ല, സലഫി എല്ലാം ഉള്ളിലൊതുക്കുന്നു എന്നതുകൊണ്ട് അതിന് സാക്ഷ്യം വഹിച്ച ചില ആളുകൾ ആ രംഗം രേഖപ്പെടുത്തുന്നുണ്ട്. 2 മണിക്കൂർ ആ ഗസ്റ്റ് റൂമിലിട്ട് അനങ്ങിയാൽ ഇവിടുന്ന് ഞങ്ങൾ അടിച്ച് ശരിയായി കളയുമെന്ന് വരെ അവരുടെ വലണ്ടിയർമാർ പറഞ്ഞു എന്നതാണ് കൃത്യമായ വിവരങ്ങൾ. മനസ്സോദന കൃത്യമായ വിവരമാണെന്നാണ്. മൂപ്പര് അങ്ങനെ സോളിഡ് പ്രൂഫോ സിമെന്റ് പ്രൂഫോ ഇല്ലാത്ത ഒരു സംഗതിയും പറയാറില്ലാതാ. ഇപ്പൊ ആ സോളിഡ് കേൾക്കണില്ല. ഇപ്പൊ മൂപ്പർക്ക് തന്നെ തോന്നി സോളിഡും സിമെന്റും ഒന്നും കേൾക്കൂല. ഇങ്ങനെ പച്ച നുണ പറയുന്ന ഒരാൾ, പ്രസംഗിക്കുന്ന ഒരാൾ എന്താ പറഞ്ഞത്, ഹുസൈൻ സലഫിയുടെ കോളറിനെ പിടിച്ചു, വികാരം ഉണ്ടാക്കാനാ, സാധുക്കളെ തല്ലി അവശനാക്കി, ഇതൊക്കെയാ പറയണത്. മാന്യ സഹോദരങ്ങളെ, ശരിയാണോ? അല്ല. ഒരു കാര്യം എന്റെ സഹോദരങ്ങളോട് ഞാൻ ഈ വേദിയിൽ ചുറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീടുണ്ടായ ഏതാനും മണിക്കൂറുകൾ എന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന ഒരു പ്രചരണം, ഒരു ഊഹം എങ്ങനെയോ നടക്കുന്നു. വസ്തുതയില്ല പ്രിയമുള്ളവരെ, ശാരീരികമായി ആരും എന്നെ പീഡിപ്പിച്ചിട്ടില്ല, ശാരീരികമായി ആരും എന്നെ തൊട്ടിട്ടില്ല. ആ നിലക്കുള്ള ഒരു വികാര പ്രകടനങ്ങളും എന്റെ നേരെ ശാരീരികമായി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അതിരുകവിഞ്ഞ സംസാരങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകുമ്പോൾ പോലും പലരും ഇടപെട്ട് അതിനെ തടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വികാരപ്രകടനങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഉണ്ടായിട്ടുണ്ടാകും, സ്വാഭാവികമാണ്, അതിൽ സംശയമില്ല. മാത്രമല്ല, എനിക്കേറെ എന്റെ ജ്യേഷ്ഠതുല്യം ഞാൻ ഇടപെടുന്ന ഒരു ഖാദിർ ഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ചില സംസാരങ്ങൾ പലയിടത്തു നിന്നും ഊഹങ്ങൾ പ്രചരിക്കുന്നു എന്ന് കേൾക്കുന്നത് കൊണ്ട് പറയുകയാണ്. അദ്ദേഹം എന്നെ ശാരീരികമായി ഒന്നും ചെയ്തിട്ടില്ല, എന്നെ പീഡിപ്പിച്ചിട്ടില്ല, എനിക്ക് നേരെ ആ നിലക്കുള്ള ഒരു പെരുമാറ്റവും ഉണ്ടായിട്ടില്ല. മറിച്ച് സുരക്ഷിതമായി കൊണ്ട് എന്നെ എന്റെ വീട്ടിലേക്ക് എത്തിക്കുവാൻ മുൻകൈയെടുത്ത ആളുകളിൽ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്നെനിക്ക് നന്ദിയോടെ ഈ അവസരത്തിൽ പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രചരണങ്ങൾ ആരെങ്കിലും കേട്ടെങ്കിൽ അത് വസ്തുതക്ക് നിരക്കുന്നതല്ല എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഐക്യത്തിന് മുഴക്കിയ ഹുസൈൻ സലഫിയുടെ കോളർ അവരെ പിടിച്ചു വലിച്ചു ചട്ടമ്പികളായ ആളുകൾ എന്നതാണ് വിവരം. സലഫി പറയില്ല, സലഫി എല്ലാം ഉള്ളിലൊതുക്കുന്നു എന്നതുകൊണ്ട് അതിന് സാക്ഷ്യം വഹിച്ച ചില ആളുകൾ ആ രംഗം രേഖപ്പെടുത്തുന്നുണ്ട്. 2 മണിക്കൂർ ആ ഗസ്റ്റ് റൂമിലിട്ട് അനങ്ങിയാൽ ഇവിടുന്ന് ഞങ്ങൾ അടിച്ച് ശരിയായി കളയുമെന്ന് വരെ അവരുടെ വലണ്ടിയർമാർ പറഞ്ഞു എന്നതാണ് കൃത്യമായ വിവരങ്ങൾ. മാന്യ സഹോദരൻ, രണ്ടാലൊരാൾ പറഞ്ഞത് കളവാ. ഒരാൾ പറയും എന്നെ അടിച്ചിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല, മറ്റൊരാൾ അടിച്ചു, പീഡിപ്പിച്ചു. രണ്ടിലൊരാൾ കളവല്ലേ പറഞ്ഞത്? ആരാ കളവ് പറഞ്ഞത്? മനസ്സിലാക്കണം. ഒരാളും ഒരു മഹത്തായ സമ്മേളനം അവിടെ വന്ന് അവരുടെ ഹിഡൻ അജണ്ട നടപ്പാക്കി, ആ ഹിഡൻ അജണ്ട നടപ്പാക്കി ഇറങ്ങിപ്പോകുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പറഞ്ഞതറിയോ, തൊട്ടുപോകരുത്, ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ പാടില്ല. ഇന്ന് ഞങ്ങൾ ഈ പരിപാടിക്ക് വന്ന വാഹനത്തിലാണ്, അദ്ദേഹം വന്ന വാഹനം മാറ്റിയിട്ട് ഇന്ന് ഈ പരിപാടിക്ക് വന്ന വാഹനത്തിലാണ് അദ്ദേഹത്തെ സുരക്ഷിതമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തത്. മനസ്സിലാക്കണം, അത്രയും സുരക്ഷ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ